ഹലോ ഗൈസ്, അപ്പോൾ പഞ്ചപാണ്ഡവ ക്ഷേത്രത്തിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നേ, വള്ളസദ്യ കഴിച്ചു തന്ന്. അപ്പോൾ ആദ്യം പോയ അമ്പലം തൃക്കുടിത്താനം മഹാക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആദ്യമേ അവിടുത്തെ സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴുതിട്ട് മെയിൻ അമ്പലത്തിലോട്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ ആദ്യം അങ്ങോട്ടാണ് കേട്ടോ പോയത്. അതിനുശേഷമാണ് ഞങ്ങൾ മെയിൻ ടെമ്പിളിലോട്ട് പോയത്. അപ്പോൾ തൃക്കുടിത്താനം എന്ന് പറയുന്നത് പഞ്ചപാണ്ഡവരിൽ സഹദേവൻ പൂജിച്ചിരുന്ന ആരാധനാമൂർത്തിയെ പൂജിക്കുന്ന അമ്പലം. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ അമ്പലത്തിൻ്റെ മുന്നിലും പുറകിലും കൊടിമരമുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ നാരായണനും നരസിംഹമൂർത്തിക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പ്രത്യേകത, ഈ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ മഹാവിഷ്ണുവാണ് ദർശനമുള്ളത്. പുറകിൽ അതേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് നരസിംഹമൂർത്തിയുടെ ദർശനവും കിട്ടും. അതോടുകൂടി തന്നെ ഇവിടെ ഗോശാലയൊക്കെ ഉണ്ട്. ആ ഗോശാലയുടെ ഓപ്പോസിറ്റ് കാണുന്ന ശ്രീകോവിലിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ഹോളുണ്ട്. ഒരു ചെറിയ ഹോള് നമുക്ക് ഒരു കണ്ണടച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ദക്ഷിണാമൂർത്തി സ്വാമിയും നമ്മുടെ ഗണപതി ഭഗവാനെയും തൊഴുകാൻ പറ്റും കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര മഴ. ഞങ്ങൾ ആ ശ്രീകോവിലിൻ്റെ ആ ചുറ്റമ്പലത്തിലോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര മഴ പെയ്തു. അപ്പോൾ എല്ലാവരും കുടയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. മൊത്തം വെള്ളമായിരുന്നു. അത് കാരണം ഒത്തിരി വീഡിയോസ് എടുത്തില്ല കേട്ടോ. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ശിലയുണ്ട്. അതിൻ്റെ ബിഹൈൻഡ് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഈ അമ്പലത്തിൽ ഒരിക്കൽ രാത്രി അത്താഴപൂജ ശീവേലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു രാജാവ് വന്ന് എനിക്കിപ്പോൾ ദർശനം നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള തിരുമേനിക്കും മാരാർക്കും കൈക്കൂലി എന്തോ കൊടുത്തു എന്നാണ് അവിടെ വായിക്കാനും അവിടെ ഞാൻ കേട്ടറിഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുത്ത് അമ്പലം തുറന്നു. ഈ അമ്പലത്തിലെ ആചാരം ഇത് ലംഘിച്ചാലും നാടും അമ്പലവും മുടിയും. അത് കാരണം അവരെ ബലി കൊടുത്തതാണ് ഇത്. അപ്പോൾ ഈ ശില്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ശില്പത്തിൻ്റെ തലയിൽ കിരീടവും പൂണൂലും കയ്യിലൊരു ശംഖുണ്ട്. അതേയും രാജാവിനെയും ബ്രാഹ്മണനെയും മാരാരെയും പ്രതിനിധീകരിച്ചുള്ളതാണ് കേട്ടോ. ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല, എല്ലാവരും ദൈവത്തിന് തുല്യരാണ്. ഈ അമ്പലം ഞാൻ പോയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു അമ്പലമാണ്. നല്ല ഭംഗിയുള്ള അമ്പലമാണ്. അവിടുത്തെ മ്യൂറൽ പെയിൻറ്റിങ്സൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പോകാൻ പറ്റുന്നവരൊക്കെ പോകണം കേട്ടോ.